RPFO SSC GDO ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. RPF ആണോ SSC GD ആണോ നല്ലത്, RPF ആണോ SSC GD ആണോ എനിക്ക് പറ്റുന്നത്, ഒരുപാട് ആൾക്കാർക്കുള്ള പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ SSC GD 2023 SSC GD കഴിഞ്ഞ സമയത്ത് ഒരുപാട് ആൾക്കാർ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടായിരുന്നു. സാർ എനിക്ക് ഇംഗ്ലീഷ് പ്രശ്നമായി, സാർ എനിക്ക് ഏജ് പ്രശ്നമായി. ഞങ്ങളുടെ ഓഫ്ലൈൻ സെൻറ്ററിൽ തന്നെയുള്ള കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ അപ്ലൈ ചെയ്ത്, അതായത് ഇവിടെ സെൻറ്ററിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഏജ് ലിമിറ്റ് കഴിഞ്ഞ ആളുകളാണെന്നൊക്കെ തിരിച്ചറിയുന്നത്. അങ്ങനെ ഒരുപാട് കഥകൾ GD എക്സാമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് RPFിൻ്റെ ഒരു ചെറിയ പ്രീ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷന് മുമ്പായിട്ട് ഒരു ലെറ്റർ വന്നിട്ടുള്ളത്. അതിൽ ചെറിയ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ചെറിയ സൂചനയായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ RPF എന്നുള്ളൊരു പേര് പൊന്തി വരാൻ തുടങ്ങി. ഒരുപാട് കുട്ടികൾ അന്വേഷിച്ച് വരാനും തുടങ്ങി. എന്താണ് സാർ RPFും SSCയും GDയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളിവിടെ നോക്കണം. ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് SSC GDയിൽ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ നല്ല ഫോഴ്സ് ജോലികൾ അന്വേഷിക്കുന്ന ആളുകളാണോ, അതായത് നല്ല ജോലികൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ കൂടുതൽ ശ്രമിക്കുന്ന ആളുകളാണോ, SSC GDയിൽ സെറ്റിൽ ആവാതെ കൂടുതൽ നല്ല ജോലികളിലേക്ക് ശ്രമിക്കുന്ന ആളുകളാണോ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രശ്നമായി പോയിട്ടുള്ള ആളുകളാണോ, അതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും കൂടെ ഉണ്ട് ഏജ് ലിമിറ്റ് കഴിഞ്ഞു പോയ ആളുകളാണോ? ഇത്രയും ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഴുവനും കാണുക. നിങ്ങളുടെ ഫോഴ്സ് കരിയറിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വീഡിയോ തന്നെയാണത്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക, GD പ്രിപ്പയർ ചെയ്തതുപോലെ എനിക്ക് RPF പ്രിപ്പയർ ചെയ്യണോ, RPF പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ എന്നുള്ള കാര്യം ഇന്ന് ഈ വീഡിയോ കാണുമ്പോഴേക്കും നിങ്ങളൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവണം. വേറൊന്നും പറയാനില്ല, നേരെ നമ്മൾ വീഡിയോൻ്റെ കണ്ടന്റിലേക്ക് പോവുകയാണ്. എന്താണ്, RPF ആണോ GD ആണോ നിങ്ങൾക്ക് പറ്റിയത് നോക്കാം. ഞാൻ ആദ്യം സിലബസിനെ പറ്റി തന്നെ പറഞ്ഞു പോവാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്. അത് നമ്മൾ RPFന് ഉണ്ടാകുന്ന 35 ക്വസ്റ്റ്യൻ ആണ്, GDക്ക് ഉണ്ടാകുന്നത് 20 ക്വസ്റ്റ്യൻ ആണ്. രണ്ടും ഏതാണ്ട് സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. GDക്ക് ഉണ്ടായിരുന്ന നമുക്കറിയാം ഒരു ആവറേജ് 7-8 ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്ക ഷിഫ്റ്റുകളിലും കുട്ടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 35 ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് തന്നെയാണുള്ളത്, വളരെ ഈസി ആയിട്ടുള്ളതാണ്. നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള റീസണിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന് 35 ക്വസ്റ്റ്യനും SSC GDക്ക് 20 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഇവിടെ 20 ക്വസ്റ്റ്യനിൽ 20 നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 35 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു അവസരം നമുക്കുണ്ട്. അതുപോലെ തന്നെ SSC GD ജനറൽ അവയർനെസ്, അതായത് GKക്ക് 20 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ 50 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ജനറൽ അവയർനെസ് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ജനറൽ അവയർനെസ് പഠിക്കാൻ എളുപ്പമാണല്ലോ, മാത്സിനേക്കാളും കൂടുതലായിട്ട് കാണാപ്പാടം പഠിച്ചൊക്കെ ചെയ്യുന്ന ആളുകൾ ഒരുപാടുള്ള കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇനി ഇതൊന്നുമല്ല, ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണ്, ഇംഗ്ലീഷിന് നമുക്ക് RPFന് എന്തില്ല, ക്വസ്റ്റ്യൻസ് ഇല്ല, അതായത് ഇംഗ്ലീഷേ ഇല്ല. ഇംഗ്ലീഷാണ് നമ്മൾ SSC GD എഴുതിയ എല്ലാ കുട്ടികളും സങ്കടം പറഞ്ഞൊരു കാര്യം. 20 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സാർ, അതിൽ 2 വൊക്കാബുലറി ചോദിച്ചുള്ളൂ, അതിൽ 3 എനിക്ക് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുറേ എണ്ണം ഞാൻ കറക്കി കുത്തിയതാണ്. ഈ ഒരു പ്രശ്നം RPFന് വരുന്നില്ല. 20 ക്വസ്റ്റ്യൻ നിങ്ങളിവിടെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യില്ല, ബുദ്ധിമുട്ടിക്കില്ല. RPFിൻ്റെ എക്സാമിന് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ 120 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ട് 120 മാർക്കാണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. നമ്മളെ SSC GD എക്സാമിന് എങ്ങനെയായിരുന്നു, 80 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചിട്ട് ആകെ 160 മാർക്കിലായിരുന്നു എക്സാം നടന്നത്. അപ്പോൾ ഈ 160ലുള്ള ഇംഗ്ലീഷ് ഉണ്ട്, ഈ 120 എന്തില്ല, ഇംഗ്ലീഷ് ഇല്ല. അത് നിങ്ങളെ തീർച്ചയായിട്ടും വല്ലാതെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് മറന്നുപോകും. ഇനി RPFിൻ്റെ തന്നെ അടുത്തൊരു ഹൈലൈറ്റിലേക്ക് നമുക്ക് പോവാം. സിലബസിൽ നമ്മളൊരു ഹൈലൈറ്റ് കണ്ടു, ഇവിടെ വേറൊരു ഹൈലൈറ്റ് ഉണ്ട്. SSC GDക്ക് 18 മുതൽ 23 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്നത്, അതായത് 23ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ച ആളുകൾക്കൊന്നും ഈ പ്രാവശ്യത്തെ SSC GD എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല. അതേ പ്രശ്നം ഇനി നമുക്ക് RPFന് ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാ, ഇവിടെ കോൺസ്റ്റബിളിന് 18 മുതൽ 28 വയസ്സ് വരെ ഉള്ള ആളുകൾക്ക് എക്സാം എഴുതാം. 28 വയസ്സ്, ഇവിടെ കോൺസ്റ്റബിളിന് 23 വയസ്സാണെങ്കിൽ 5 വർഷമാണ് ഇവിടെ വ്യത്യാസമുള്ളത്. 28 വയസ്സ് വരെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാം എഴുതാവുന്നതാണ്. അതും നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ. കാരണം എന്താ, 23 വയസ്സ് 24 വയസ്സായതുകൊണ്ട് എക്സാം എഴുതാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളെ എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ട്. GD എക്സാം എഴുതാൻ പറ്റാതെ പോയവർ, അവർക്കൊക്കെ എന്ത് ചെയ്യാം, RPFിൻ്റെ എക്സാം എഴുതാം. ഇവിടെ കോവിഡ് ആയതുകൊണ്ട് 3 വർഷം ഒരു റിലാക്സേഷൻ എക്സ്ട്രാ ആയിട്ട് കോൺസ്റ്റബിളിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 28 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. നിങ്ങൾക്ക് കാറ്റഗറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വർഷങ്ങൾ എന്ത് ചെയ്യും, കിട്ടും. 31 വർഷം കിട്ടുന്ന OBCക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. RPF തീർച്ചയായിട്ടും നിങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സാം തന്നെയാണ്. അപ്പോൾ SSC GDക്ക് 18 മുതൽ 23 വരെ ആണെങ്കിൽ ഇവിടെ 18 മുതൽ 28 വരെയാണെന്ന് ഓർത്തുകൊള്ളുക. ഇനി ഇവിടെ സബ് ഇൻസ്പെക്ടർ, RPF സബ് ഇൻസ്പെക്ടർ പോസ്റ്റും കൂടെ ഉണ്ട്. അത് 10th ലെവൽ ക്വാളിഫിക്കേഷൻ അല്ല, അത് ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ആണ്. അതും 28 വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാം. അഥവാ നിങ്ങളിപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട്, അതായത് ഡിഗ്രി എടുത്തത് കൊണ്ട് കുറച്ച്
പ്രായമായിപ്പോയ ആളുകളാണ്, അതായത് 26-27 വയസ്സിലേക്കൊക്കെ എത്തിയ ആളുകളാണെങ്കിൽ നിങ്ങൾക്കും ഫോഴ്സിൽ ചേരാൻ ഇനി അവസരമുണ്ട്. അത് കോൺസ്റ്റബിൾ പോസ്റ്റ് തന്നെ ആവണമെന്നില്ല, സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. രണ്ടാമത്തെ ഹൈലൈറ്റ് എന്താ, ഏജ് ലിമിറ്റ് ഒരു പ്രശ്നമേ ആവുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ അടുത്തത് ക്വാളിഫിക്കേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു SSC GD 10th ക്വാളിഫിക്കേഷൻ ആയിരുന്നു, കോൺസ്റ്റബിൾ ലെവൽ എക്സാം ആയിരുന്നു. ഇവിടെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ SI ആണെങ്കിൽ, സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഗ്രാജുവേഷൻ വരുന്നുണ്ട്, കോൺസ്റ്റബിൾ ആണെങ്കിൽ 10th തന്നെയാണ്. അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺസ്റ്റബിളും ഇവിടത്തെ SSC GD കോൺസ്റ്റബിളും RPF കോൺസ്റ്റബിളും SSC GD കോൺസ്റ്റബിളും ഒരേ ക്വാളിഫിക്കേഷൻ വരുന്ന പോസ്റ്റുകളാണ്. പക്ഷേ അവിടെ ഏജ് ലിമിറ്റ് വളരെ വ്യത്യാസമുള്ളതാണ്, മറന്നു പോകാൻ പാടില്ല. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും കൂടെ എത്തിച്ചു കൊടുത്തേക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കുട്ടികൾ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടായിരുന്നു ഏജ് ലിമിറ്റിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ട്. അപ്പോൾ 10th ലെവൽ നിങ്ങൾ ഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ RPF തീർച്ചയായിട്ടും വലിയൊരു ഓപ്ഷനായിട്ട് നിങ്ങളെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇനി RPFൻ്റെ ഫിസിക്കൽ ടെസ്റ്റ്, നമുക്ക് GDൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് എന്താണെന്ന് നമുക്കറിയാലോ, നമ്മൾ മുന്നേ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. GDൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് വരുമ്പോൾ മെയിലിന് 5 കിലോമീറ്റർ 24 മിനിറ്റിൽ ഓടി എത്തണം എന്നാണ്, ഫീമെയിൽ വരുമ്പോൾ 1.6 കിലോമീറ്റർ 8.5 മിനിറ്റിൽ ഓടി എത്തണം എന്നുള്ളതാണ്. ഇത് താഴെ കാണിച്ചിരിക്കുന്നത് ലഡാക്കിലെ കാൻഡിഡേറ്റ്സിനുള്ളതാണ്. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമായിരുന്നു ഫിസിക്കലായിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് RPF വരുന്ന സമയത്ത് ചെറിയ വ്യത്യാസങ്ങൾ ഇവിടെയുണ്ട്. എന്താണ്, 1600 മീറ്റർ ആണ്, മെയിലിന് 5 മിനിറ്റ് 45 സെക്കൻഡ് വരുന്നുണ്ട്. പിന്നെ ഫീമെയിൽ ആണെങ്കിൽ എത്ര വരുന്നുണ്ട്, 3 മിനിറ്റ് 40 സെക്കൻഡ് വരുന്നുണ്ട്. അതുകൂടാതെ ലോങ് ജമ്പും ഹൈ ജമ്പും കൂടെ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് വ്യത്യാസമായിട്ടുള്ള എക്സ്ട്രാ ആയിട്ട് RPFലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം RPF നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ വേക്കൻസീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഇതുവരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. നമുക്കറിയാം SSC GDക്ക് 26,000 വേക്കൻസി ഉണ്ടായിരുന്നു എന്നുള്ളത്. RPFൻ്റെ വേക്കൻസി എത്രയാണെന്നുള്ളതിൽ ഇതുവരെ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, കാത്തു നിൽക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിലപ്പുറത്തേക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ടൊരു കാര്യം, ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, SSC GD പരീക്ഷ എഴുതുന്നതിനെക്കാട്ടും എളുപ്പമാണ് RPFൻ്റെ പരീക്ഷ എഴുതാൻ. നിങ്ങൾ കുറച്ചും കൂടെ സപ്പോർട്ട് തരുന്ന ഒരാളാണ് RPF എന്ന് പറയുന്ന എക്സാം. അപ്പോൾ ആ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്കുകൾ പ്രധാനമായിട്ടും പഠിക്കണം, നമ്മൾ SSC GD എങ്ങനെ പഠിച്ചോ അതുക്കും ഒരു ലെവൽ മുകളിൽ നമുക്ക് എങ്ങനെ RPFൻ്റെ എക്സാം പഠിക്കാൻ പറ്റും, ഈ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചാനലിൻ്റെ പേര് കാണുന്നുണ്ടാവും, വേറൊന്നുമല്ല, ദിശ ആർമി എക്സാം എന്നാണ്. അപ്പോൾ ആർമി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികളെയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ RPF പഠിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ GD പഠിച്ചതിലും ഒരു ലെവൽ മുകളിലായിട്ട് നമ്മൾ ഈ വരുന്ന ബുധനാഴ്ച മുതൽ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ് RPFന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കോൺഫിഡൻസോടെ തന്നെ എന്ത് ചെയ്യുക, പഠിക്കാൻ ഒരുങ്ങുക. അത് നിങ്ങൾ SSC GD എഴുതി നല്ല മാർക്കൊക്കെ കിട്ടി നിൽക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. ഇത് നിങ്ങളെ തീർച്ചയായിട്ടും കുറച്ചും കൂടെ നല്ല പോസ്റ്റുകളിലേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനലിൻ്റെ പേര് ദിശ ആർമി എക്സാംസ് എന്നാണ്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ചാനലിൽ വരുന്ന വീഡിയോസിന് വേണ്ടിയിട്ടും ക്ലാസ്സിന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യുക. ബുധനാഴ്ച RPF തുടങ്ങും. നമുക്ക് സ്റ്റാർട്ടിങ് മുതലേ ഉള്ള കുട്ടികൾക്കൊക്കെ GDക്ക് ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കും അത് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് മുതലേ നിങ്ങൾ ദിശയോടൊപ്പം ഉണ്ടാവുക. ദിശയും തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനലിൻ്റെ ലിങ്കും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ അതിലൊക്കെ ജോയിൻ ചെയ്തിരിക്കുക. ബുധനാഴ്ചത്തെ ആദ്യത്തെ ക്ലാസ് മുതൽ നമ്മൾ RPF എക്സാമിൻ്റെ തലേ ദിവസം നടക്കാൻ പോകുന്ന ലൈവ് വരെ ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ഓൾ ദ ബെസ്റ്റ് തരുന്നു. 2024 നമ്മുടെ വർഷമാവട്ടെ.